ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചീര തോരനുമായിട്ടാണ്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ചീരയല്ല. സാധാരണ നമ്മൾ ചീര എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്ന ചീരയല്ല. നമ്മുടെ വേലിക്കരികിലൊക്കെ ഉണ്ടാവുന്ന ചീര, മതിലിൻ്റെ സൈഡിൽ, അതുപോലെ പണ്ട് കാലത്തൊക്കെ അതിർത്തിക്ക് പകരമായിട്ട് അതിരിൽ നമ്മൾ വെച്ചിരുന്നൊരു ചീരയാണിത്. എല്ലാവരുടെയും പറമ്പിലുണ്ടാവും. പക്ഷേ ചിലരൊന്നെങ്കിലും ഇത് തോരൻ വെക്കാറില്ല, കറിക്ക് ഉപയോഗിക്കാറില്ല. പക്ഷേ നല്ല ഹെൽത്തിയാണ്. ഇതാണ് സംഭവം. ഏകദേശം കറിവേപ്പിലയുടെ ആ ഒരു പോലെ തോന്നും. ഇത് മിക്ക ആൾക്കാരും കറി വെക്കാൻ പറ്റുമെന്ന് സംശയിച്ച് കറി വെക്കാത്തൊരു സംഭവമാണ്. ചീര എന്ന് തന്നെയാണ് പറയുക. വേലിച്ചീര എന്നൊക്കെ പറയുന്നവരുണ്ട്. കറി വെക്കാൻ പറ്റും, തോരൻ വെക്കാൻ പറ്റും. ആ ചീരയാണിത്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് തോരൻ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ശരിക്കും നല്ല ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ കറി വെക്കുന്ന ചീരനെ പോലെ തന്നെ നല്ല ടേസ്റ്റിയാണിത്. ഇപ്പോൾ ഞാൻ ചീരയെല്ലാം അങ്ങനെ ഊരിയെടുത്തിട്ട് അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് സാധാരണ ചീരേനേക്കാളും കുറച്ചും കൂടി വേവ് കൂടുതലാണിത്. അപ്പം നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരപ്പുണ്ടാക്കണം. 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. കീറണം നിർബന്ധമൊന്നുമില്ല, കീറിയിട്ടിട്ടുണ്ട്. ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ തേങ്ങ ചിരവിയതുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തത്. ചെറിയ ജീരകം മതി, പൊടി തന്നെ വേണമെന്നില്ല. ഞാനിപ്പോൾ പൊടിയാണ് ഇടുന്നതെന്നേ ഉള്ളൂ. അതിലേക്ക് ഒരു വെളുത്തുള്ളി, ഒരു ചുവന്നുള്ളി, ഇത്രയും മതി. അതൊന്ന് ചതച്ചെടുക്കുക. നമ്മൾ സാധാരണ തോരനൊക്കെ ചെയ്യണത് പോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ചീര അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് പിന്നെ നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇലക്കറി ആകുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ലതാണ്. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. കടുകിട്ട് പൊട്ടിക്കുകയാണ്. നമ്മൾ സാധാരണ മുരിങ്ങ അതുപോലെ ചീര ഒക്കെ തോരൻ വെക്കണ സെയിം തന്നെ. പക്ഷേ ഈ ചീരയ്ക്ക് കുറച്ചും കൂടി വേവ് കൂടുതലായിരിക്കും. കുറച്ചധികം സമയം കിടന്നാലേ വേവുള്ളൂ. മാത്രമല്ല തളിര് ഇല എടുത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിപ്പോൾ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഉണക്കമുളക്, കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കാണുമ്പോൾ ഒരുപാട് ഇങ്ങനെ ഉള്ളതുപോലെ തോന്നും. തേങ്ങ അരച്ചത് കുറവും അതുപോലെ ചീര കൂടുതലും ആണെന്ന് തോന്നും. പക്ഷേ വെന്ത് വരുമ്പോൾ രണ്ടും ഒരേപോലെ ആയിക്കോളും. അതൊന്ന് ചൂട് തട്ടുമ്പോഴേക്കും നന്നായിട്ട് ചുരുങ്ങിയിട്ട് തീരെ കുറഞ്ഞു പോകുന്നൊരു സംഭവമാണിത്. എല്ലാ ഇലക്കറികളും അങ്ങനെ തന്നെയാണ്. ഈ ചീര നന്നായിട്ട് കുറഞ്ഞു പോകും. തളിരിലയാണ് എടുത്തതെങ്കിൽ നല്ലതായിട്ട് കുറയും ചെയ്യും. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് എടുക്കുന്നത് കാരണം എല്ലാം തളിരില തന്നെയാണ് കിട്ടിയത്. തളിരില എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ചിലരെങ്കിലും ഇത് കറി വെക്കാൻ തന്നെ പറ്റുമോ എന്ന് സംശയിച്ചിട്ട് ഉപയോഗിക്കാതിരിക്കുന്നവരുണ്ട്. മിക്ക പറമ്പുകളിലും കാണുന്നൊരു സംഭവമാണത്. പക്ഷേ അധികം ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല. നല്ല ടേസ്റ്റിയാണ്, മാത്രമല്ല ഹെൽത്തിയാണ്. ഇലക്കറികളെല്ലാം തന്നെ ഹെൽത്തിയാണ്. മാത്രമല്ല ഈ ചീരയ്ക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ തോരനൊക്കെ വെക്കണ പോലെ തന്നെ ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കിയിട്ട് വെള്ളമല്ല, നമ്മൾ അരപ്പിലുള്ള വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊന്ന് തോർത്തിയെടുക്കുക, അത്രേ ചെയ്യേണ്ടുള്ളൂ. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങേനേക്കാളും അതുപോലെ സാധാരണ നമ്മൾ കറി വെക്കുന്ന ചീരേനേക്കാളും കുറച്ചധികം വേവ് കൂടുതലുണ്ടാകും. കുറച്ച് സമയം കൂടുതൽ കൊടുക്കണം. ഇപ്പോൾ ഇത് വേവിച്ച് റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇതുവരെ ട്രൈ ചെയ്താത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇത് പരിപ്പിട്ടൊക്കെ കറി വെച്ചാലും നല്ല ടേസ്റ്റാണ്. നമ്മൾ പരിപ്പും മുരിങ്ങയൊക്കെ കറി വെക്കുന്നത് പോലെ. പലർക്കും ഇതിൻ്റെ ടേസ്റ്റ് അറിയാത്തത് കൊണ്ട് ട്രൈ ചെയ്യാത്തതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു.